കോതമംഗലം കൊലപാതകത്തിൽ പ്രതിയായ യുവതി ലക്ഷ്യമിട്ടത് 3 പേരെ എന്ന് ഇപ്പോൾ സംശയം. മുൻ കാമുകന്മാരെയാണ് കൊല്ലാൻ പദ്ധതിയിട്ടത്. കൊലപാതകത്തിന് പിന്നിൽ വ്യക്തമായ ആസൂത്രണമുണ്ടായിരുന്നു. ആൻസിലിനെ വിളിച്ചു വരുത്തി വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയത് കൃത്യമായ ആസൂത്രണത്തോടെയായിരുന്നു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് ലാൽകൃഷ്ണൻ തൊടുപുഴയിൽ നിന്ന് ചേരുന്നു. ലാൽകൃഷ്ണൻ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. വിവരങ്ങൾ. ഇത് കൃത്യമായ ആസൂത്രണം ചെയ്ത പകയുടെ ബാക്കി പത്രം എന്ന് തന്നെ നമുക്ക് പറയാവുന്ന ഒരു കൊലപാതകമാണ്. ഇത് ഒരാളിൽ ഒതുങ്ങി നിന്നു എന്നുള്ളതാണ് പോലീസിന് ഇക്കാര്യത്തിൽ ഏറ്റവും വലിയ ക്രെഡിറ്റ് എടുക്കാൻ കഴിയുന്നത്. കാരണം ഒരുപക്ഷെ ആ യുവതി അതിബുദ്ധി കാണിച്ചില്ലായിരുന്നെങ്കിൽ ഇതൊരു 3 പേരുടെ കൊലപാതകമായി മാറിയേനെ എന്നുള്ള സംശയങ്ങളാണ് പുറത്തു വരുന്നത്. കാരണം തന്നെ ചൂഷണം ചെയ്തത് സാമ്പത്തികമായും ശാരീരികമായും ചൂഷണം ചെയ്ത 3 പേരെയാണ് പ്രധാനമായിട്ടും ഇവരുടെ എതിരാളികളായിട്ടുള്ളത്. അതിലൊരാൾ മാത്രമാണ് അൻസിൽ, മറ്റ് 2 പേർ കൂടിയുണ്ട്. അതിലൊരാൾ ഇപ്പോൾ ജാമ്യം കിട്ടി പുറത്തും ഒരാൾ ജയിലിനകത്തും കഴിയുന്ന ഒരാളാണ്. ഇവരെയും സമാനമായ രീതിയിൽ കൊല്ലാനുള്ള പദ്ധതി അവർ ഇട്ടിരുന്നു എന്ന കാര്യത്തിൽ കൃത്യമായൊരു സൂചന പോലീസിന് ലഭിക്കുന്നുണ്ട്. അൻസിലിനെ കൊല്ലുന്നതിനും ഇവർ കൃത്യമായൊരു ആസൂത്രണം നടത്തിയിരുന്നു. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ബന്ധം വളരെ മോശമായിരുന്നു എങ്കിൽ പോലും വളരെ സ്നേഹത്തോടെയും ഭാവത്തോടും തന്നെയാണ് അൻസിലിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. അത് കൃത്യമായി പ്ലാൻ ചെയ്ത് വിളിച്ചു വരുത്തിയ ശേഷം അൻസിലിന് വിഷം നൽകുകയായിരുന്നു. കളനാശിനിയാണ് നൽകിയത് എന്ന കാര്യവും സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറയുന്ന പോലെ കൂടത്തായി പോലെയോ അല്ലെങ്കിൽ നരബലി പോലെയോ ഒക്കെ വലിയൊരു സംഭവമായി മാറേണ്ട സംഭവമാണ് ഒരു കൊലപാതകത്തിലെങ്കിലും അവസാനിച്ചു എന്ന് ആശ്വസിക്കാൻ കഴിയുന്നത്.